എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ? ആളുകൾക്ക് ഇത്തരം മജ്‌ലിസുകളോട് വിരക്തി തോന്നി തുടങ്ങി. ആളുകൾക്കൊട്ടും താല്പര്യമില്ലാതായി തുടങ്ങി. മണിക്കൂറുകളോളം ഒറ്റ കിടപ്പിൽ കിടന്ന് രാത്രി പണ്ടത്തെ കാലത്തൊക്കെ കള്ളം കയറാൻ പറ്റും. ഇപ്പോൾ ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല. കാരണം കള്ളൻ ഇങ്ങനെ കുനിഞ്ഞു വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചുമ കേൾക്കാം. കാരണം ഇവൻ 1 മണിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇരിക്കുകയാണ്. കള്ളന്മാരൊന്നും ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും. എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺപിള്ളേർ ഉറങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല. എന്റെ ജല്ല ജലാലായ റബ്ബേ, കഴിഞ്ഞ ദിവസം മമ്പുറം സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് കയറി. ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ബസ്സിറങ്ങുന്നത് വരെ എന്റെ തലയിൽ ഞാൻ ഷാൾ ഇങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു. കാരണം ഇത്രയും മനുഷ്യന്മാര് ഇത് കാണുന്നുണ്ട്. മുകളിൽ ക്യാമറ ഇരിപ്പുണ്ട്. ഒരു പേടിയില്ല, പച്ച തോന്നിയാസം. അപ്പൊ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യൻ, സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട്, സദാ ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തല കുനിച്ച് കുറെ നേരം ഇങ്ങനെ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വയ്യ. നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല, ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നാണക്കേടല്ലേ, മോശമല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്കൂളിൽ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകരുത്, പീഡിപ്പിക്കും മദ്രസയിലേക്ക് വിടരുത്. 10ാം ക്ലാസും +2 ഒക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് കല്ലട ബസ്സിൽ കയറി ബാംഗ്ലൂർ പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്നത് ഉമ്മാക്കറിയില്ല. ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ, ഒപ്പം പഠിച്ചൊരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തിക്കണം. ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയൊക്കെ വഴികൾ പറഞ്ഞു തരാൻ 100 കണക്കിന് മനുഷ്യരുണ്ടാകും. അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അവരും അള്ളയും തമ്മിൽ ഉസ്താദെ പറഞ്ഞു 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 ഞങ്ങൾ കുഴഞ്ഞു. ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅ്ളമ മിൻ ജഹാലതി അഹ്ലി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ സ്വഹാബാ ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅ്ളമ മിൻ ജഹാലതി അഹ്ലി. ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ റബ്ബ് അവനെ വിലയിരുത്തുന്നത് മിൻ ജഹാലതി അഹ്ലിഹി. അവന്റെ ഭാര്യക്കും പെൺമക്കൾക്കും അവൻ വേണ്ട ദീൻ കൊടുക്കാത്തതാണ് അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഇതൊക്കെ ആരോട് പറയാൻ? ഇത്തരം സദസ്സുകൾ ആളുകൾ തിരസ്കരിച്ചു തുടങ്ങി. ആളുകൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സദസ്സിലിരുന്നു കൊണ്ട് മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂൻ, ഇങ്ങനെ ഓതി ആയത്തോതി ഇങ്ങനെ ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിലിരുന്ന മുഴുവൻ മനുഷ്യരും ഏങ്ങി 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 തേങ്ങിക്കരഞ്ഞു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഒരാൾ എണീറ്റിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വളരെയധികം എനിക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി, എന്റെ കണ്ണുകൾ ഈറനണിയിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരു കവിളത്തും ചുംബനം കൊടുത്തു. അങ്ങനെ ആളുകൾ സദസ്യരെല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കാണുന്നില്ല. ഈ കരഞ്ഞവൻ ആ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഓർക്കണം, ഒരു 27-ാം രാവിന് നമ്മുടെ മുല്ലാത്തോളപ്പ പള്ളിയിൽ ഒരു എങ്ങനെ പോയാലും 10-600 ആളുകളുണ്ടാവും. 27-ാം രാവിന് എത്തിക്കാതിരിക്കാൻ വരുന്ന പിള്ളേരിൽ കുറച്ച് ആളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം, അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന് ഇവരെന്താ ഞാൻ ഓർത്ത് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഹൽക്കയാണ്, ദിക്റിന്റെ ഹൽക്കയാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലുഡോ കളിക്കുകയാണ്, മൊബൈലിൽ ലുഡോ കളിക്കാൻ. അപ്പം ഞാൻ ഇവന്മാരെ മൊബൈലൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇതൊക്കെ തല്ലി പൊട്ടിച്ചളയും. പള്ളി ഇരുന്നാണ് തോന്നിയാസം കാണിക്കുന്നത്, വഴക്കൊക്കെ പറഞ്ഞു. ഇവന്മാർ, ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ ഇത് അറിയിക്കും, ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഞാൻ ആ മൊബൈലെല്ലാം ഇങ്ങനെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇനി ആവർത്തിക്കത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്തല്ലോ സാർ. ഉസ്താൻ്റെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താൻ്റെ പാട്ട് കൽബിൻ്റെ കോലായി. അപ്പം നമ്മളിങ്ങനെ ജാക്കി വെച്ചപ്പോൾ ഞാൻ ആ മൊബൈൽ കൊടുത്തു. അന്നത്തെ ദിവസം 27-ാം രാവ് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് രാവിലെ പല്ലി തേക്കാൻ ചെല്ലുമ്പോൾ
എൻ്റെ ബ്രഷും എൻ്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. എൻ്റെ ബ്രഷും എൻ്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. ഉമ്മാരെനിക്കിട്ട് പണി തന്നതാ. അപ്പൊ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. മുതിർന്ന ആളുകൾ കണ്ടില്ലേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടിരുന്ന വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും. ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ? രാവിലെ മദ്രസയുടെ വാതിൽക്ക് പോയി ഇങ്ങനെ നിൽക്കും. എന്തായിക്കാ ഇവിടെ നിൽക്കുന്ന? മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായക്കട വാതിൽക്ക് ഇങ്ങനെ വായുമ്പോൾ എന്തായിക്കാ ഇവിടെ നിൽക്കുന്ന? കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വേണ്ടി. ആരാ? വാപ്പ. ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനാദരിക്കുകയാണ്. നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ പോക്കുമ്പോൾ ഡാടാ അങ്ങനെ ചെയ്യല്ലേടാ, വീണ് കഴിഞ്ഞാൽ കാലൊടിയും മുട്ടടിയും, ടൂൾസ് എടുക്കണ. ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാണം നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ പൂളിക്കളയും. ടൂൾസ് എടുക്കണ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വലൗ ഖാതറത്തിൽ ഫി സിവാകായിറാദതു അലാ ഖാതിരി യൗമൻ ഹക്കംദു ബിരിദ്ദതി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംജാതമാകുന്ന ഓരോ ദൃശ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പറഞ്ഞ, നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനൊരു ആഖിബത്തുണ്ട്. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരു ആഖിബത്തുണ്ട്. അതുപോലെ തന്നെ ലോകത്തിനൊരു ആഖിബത്തുണ്ട്. ആ ആഖിബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അൽ മത്റു ഖൈലാ. മഴയാകുന്ന മഴ പെയ്യേണ്ട കാലഘട്ടത്തിൽ, മഴ നന്നായിട്ട് പെയ്യേണ്ട കാലഘട്ടത്തിൽ അതീവമായ ചൂടുണ്ടാകുക, മഴ പെയ്യാതിരിക്കുക, പ്രപഞ്ചം വറ്റിവരണ്ട് പോവുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വൽവലദു ഖൈലാ. സ്വന്തം മക്കള് അമിതമായ ദേഷ്യക്കാരാവുക, ഇതെല്ലാം ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇടക്ക് ജൗഹർ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ മഹലിൽ നിന്ന് 2 ചെറുപ്പക്കാര് മരണപ്പെട്ടു എന്ന്. അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ എല്ലാം മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറയൊക്കെ അള്ളാഹു തആല മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മണിയറക്ക് സമാനമായ അള്ളാഹു സ്വർഗീയമായ അനുഭൂതികളും അനുരാഗങ്ങളും അള്ളാഹു തആല ആ ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്താ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മറ്റൊന്ന്, ഇദാ കസറ ഖുതബാഉ മനാബിറുക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും. നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ, നിങ്ങൾ വയറിളകി ഷഹീദാവും. ഇത് കണ്ടിട്ട് സ്ത്രീകൾ മക്കളെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ വയത് പറഞ്ഞ മൂല്യാര് മന്തിയും കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്ദപ്പായി ടെൻഷൻ അടിച്ചിരിക്കുക. യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ്. അത് രാവിലെ നമ്മൾ തുറന്നാൽ ഖൈറായ നാഫിയായ ഇൽമ് നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിക്കും. അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറെ ആളുകളുണ്ട്, അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണ്. ഉസ്താദിന്റെ പാട്ടെന്ന് ഇതുപോട്ടോ, ഉസ്താദിന്റെ പാട്ടെന്ന് കേട്ടോ, ഇതുപോട്ടോ, പാട്ട് മാത്രമേ കേട്ടോളൂ, ദീമെല്ലാം കേട്ടോ. ഉസ്താദ് ഒളിച്ചോടിയ കഥ. ഇതൊക്കെ
നമ്മുടെ സമയം വളരെ പാഴാകുകയാണ്. ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം. നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും സിംസാറുൽ ഹക്ക് ഹുദവീനെയും റഹ്മത്തുല്ലാ ഖാസിമിനെയും പേരവസ്ഥാനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൊയ് വാക്കുകൾ പറയില്ല. അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ? അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണ് പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിൽ ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും, അങ്ങനെ ആണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാനുള്ള മനുഷ്യരാണ്. അവരെ സദസ്സിൽ കിട്ടും, വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും. മറ്റേന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ്. അവിടെ ഒളിച്ചോട്ടം, ഇവിടെ പെണ്ണ് കേസും, ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത്, ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൽ 2 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു. ഒരായത്ത് 114 അധ്യായങ്ങളുണ്ട്, 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഒരായത്തോതി പ്രസംഗിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി, സുബ്ഹാന റബ്ബി, ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ 2 പെൺകുട്ടികളതാ. അവിടെ തുടങ്ങി. എങ്ങനെ വലിയ കാര്യത്തെ വലിയ കേൾക്കുകയാണ്. 2 പെൺകുട്ടികൾ ഇങ്ങനെ കയറി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ? ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ? നിങ്ങൾ നാളെ മരിക്കും. അപ്പൊ അവളിങ്ങനെ, സുലീഹ ഉല്ലാസ ചായ എടുത്ത് അവിടെ നിൽക്കണം, അത് കേൾക്കട്ടെ, ഇത് എന്തും അടയാളം എന്ന് അറിയണം. എന്നില്ല അടയാളമുണ്ട്, വെടി തീർന്നു പോവാ. വീഡിയോ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ്. കാല് തപ്പിയും തരിപ്പുണ്ട്. അല്ലാഹുവേ അതേ തീർന്നു, വെടി. വെറുതെയാണ്. നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത്. ഈമാൻ കിട്ടി മരിക്കുമോ എന്നോർത്ത് ഭയപ്പെടും. അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത്. എപ്പ മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇദാ കസറ ഖുതബാഉ മനാബിറുകും വറകന ഉലമാഉകും ഇലാ ഉലാതികും. നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. വറകന ഉലമാഉകും ഇലാ ഉലാതികും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത, അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബിൽ വോഡ്കയുടെ, മദ്യത്തിന്റെ, റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, സാറേ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ, ഹലാലല്ലേ. എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? തന്നെ എനിക്ക് കിട്ടിയ, എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാലാ. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാ. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹമ്മുഹും ബുതൂൻ. വയറാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത്, പലിശയിലൂടെ, ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ. അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും.
കണ്ടില്ലേ, വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ, കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ. ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരും ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്, അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ. ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ, അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യ തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി അവിചാര്യം കുര്യൻ മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കഫിറാ. മോനെ, നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏതു മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജഹറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജഹറാ, നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്ന് പറഞ്ഞടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ? മോനെ, ലാ യദ്ഖുലുൽ ജന്നാ, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതിനെ നമ്മൾ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി
ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ചിന്താശേഷി അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലിയുണ്ടോ? ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളവും. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ? സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ അമ്പളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവർ സൗണ്ട് ഇല്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ, ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്. പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ, റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം, ഈ ഒത്ത് വേണം. സ്ഥാന പഴയ വല്ലുഹാ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും.